ഇനി നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച, അത് നല്ല ചർച്ചയാണ്, അതാണ് നടക്കേണ്ട ചർച്ച. ക്ഷേമ പെൻഷനുകളെ കുറിച്ച് അങ്ങ് പറഞ്ഞു, ക്ഷേമ പെൻഷനിൽ നിന്ന് ചിലരെ ഒഴിവാക്കിയെ സംബന്ധിച്ച്. പക്ഷെ പറയുമ്പോൾ നമ്മുടെ മുൻപിലുള്ള വസ്തുത എന്താണ്? അനർഹരെ ഒഴിവാക്കിയിട്ടുണ്ടാവും. അത് ഒഴിവാക്കണം എന്ന കാര്യത്തിൽ എനിക്കോ അങ്ങേക്കോ എതിർപ്പുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. UDF ഭരണകാലത്ത് ക്ഷേമ പെൻഷനുകൾക്ക് അർഹരായിട്ടുള്ളവർ 35.89 ലക്ഷം പേരായിരുന്നു. ഞങ്ങൾ കുറെ പേരെ ഒഴിവാക്കിയാൽ ഈ സംഖ്യ കുറയുകയല്ലേ വേണ്ടത്? എന്നാൽ ഇപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ദിവസം കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾക്ക് അർഹരായിട്ടുള്ളവരുടെ എണ്ണം 55 ലക്ഷത്തിന് മുകളിലാണ്. UDF ഭരണകാലത്തുള്ളതിനേക്കാൾ 19.59 ലക്ഷം പേരെ ഞങ്ങൾ ഈ പരിധിയിലേക്ക് കൊണ്ടുവന്നു. 20 ലക്ഷം പേർക്ക് കൂടുതൽ കൊടുക്കാനാണ് പെൻഷൻ. നിങ്ങൾ അധികാരമൊഴിയുമ്പോൾ 1638 കോടി കുടിശ്ശികയായിരുന്നു. ആ കുടിശ്ശിക മുഴുവൻ തീർത്ത് 600 ഉള്ളത് ഇപ്പോൾ 1400 ആക്കി. നല്ലതല്ലേ? ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന കാര്യമല്ലേ? നല്ലൊരു കാര്യം ചെയ്താൽ അതിനെ അംഗീകരിക്കാൻ അങ്ങേക്ക് മടിയുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ സ്കൂളുകളുടെ കാര്യം അങ്ങ് വളരെ ആലങ്കാരികമായി പറഞ്ഞു പോയി, മുമ്പും നടന്നിട്ടുണ്ടെന്ന്. ഇല്ല, മുൻപ് നടന്നിട്ടില്ല. നമ്മുടെ ഓർമ്മയിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഒരു സർക്കാർ സ്കൂളിന് MLA ഫണ്ടിൽ നിന്നോ MP ഫണ്ടിൽ നിന്നോ ഒക്കെ പണം കൊടുത്ത് കെട്ടിടം നിർമ്മിക്കുന്നത് നമുക്കറിയാം. സർക്കാർ ഇതുപോലെ ഫണ്ട് ചെലവഴിച്ച് കെട്ടിടം നിർമ്മിച്ചത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഇല്ല. UDF ഗവൺമെന്റിന്റെ കാലത്ത് ഒരു സ്കൂൾ കാണിക്കാൻ പറ്റുമോ? അടച്ചുപൂട്ടാൻ ഒരുമ്പിടുകയായിരുന്നു സ്കൂളുകൾ. ഇപ്പൊ കേരളം മുഴുവൻ മാറിയില്ലേ? അങ്ങക്ക് തന്നെ ആ മാറ്റം ബോധ്യമുണ്ടല്ലോ. സ്കൂളുകളുടെ കാര്യത്തിലുണ്ടായ മാറ്റം കേരളത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്നതാണ്. ആശുപത്രികൾ, ഒരു ആശുപത്രി, രണ്ടാശുപത്രി അല്ല, കേരളത്തിലെ മുഴുവൻ പ്രൈമറി ഹെൽത്ത് സെന്ററും ഇപ്പൊ ഫാമിലി ഹെൽത്ത് സെന്ററായി. ബോർഡ് മാറ്റുകയല്ല ചെയ്തത്. മുഴുവൻ സമയം ചുരുങ്ങിയത് 3 ഡോക്ടർമാരുടെ സേവനം നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ. വൈകുന്നേരം വരെ OP സൗകര്യം. ഈ മാറ്റം ആശുപത്രികൾ ഉണ്ടായി. വിദ്യാഭ്യാസ രംഗത്തെ മാറ്റം പറയുമ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന നിയോജക മണ്ഡലത്തിൽ മാത്രം സ്കൂളുകളുടെയും കോളേജുകളുടെയും നവീകരണത്തിന്, കെട്ടിട നിർമ്മാണത്തിന് ഈ 4.5 കൊല്ലത്തിനിടയിൽ അനുവദിക്കപ്പെട്ട തുക കേട്ടാൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഞെട്ടും. അത് 100 കോടിയോളം രൂപയാണ്. 100 കോടിയോളം രൂപ. ഐക്യ കേരളത്തിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിക്കുക. ഈ മാറ്റത്തിന് സമാനതയില്ല. അതിൽ ചിലത് ഉദ്ഘാടനം കഴിഞ്ഞു, ചിലത് ഈ മാസം ഒടുവിൽ ഉദ്ഘാടനത്തിന് സജ്ജാവും, ചിലത് പകുതി പിന്നിട്ടിരിക്കുന്നു പണി. ഇതെല്ലാം മേഖലയിലും വന്നിട്ടുള്ളൊരു മാറ്റമാണ്. ഇപ്പൊ ഒരു ബെഡിൽ 3 പേർ കിടന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആശുപത്രിയിൽ. ഞാനതൊന്നും ഓർമ്മിച്ച് അങ്ങനെ പോകുന്നില്ല. പക്ഷെ ഈ നേട്ടങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്ന നേട്ടമാണ്. രാഷ്ട്രീയമായി എതിർത്തോളൂ, പക്ഷെ ജനങ്ങളുടെ ജീവിതത്തിൽ അനുഭവേദ്യമാകുന്ന നേട്ടം നമ്മൾ കാണണം. കൊച്ചി ഇടമൺ പവർ ഹൈവേ ഉൾപ്പെടെ ഞാൻ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് അങ്ങനെ പോകുന്നില്ല. അല്ല, ഒരു സെക്കൻഡ്, ഞാൻ മറ്റേ BJP നേതാവ് പറഞ്ഞ ചില കാര്യങ്ങളോട് ഒന്ന് പ്രതികരിച്ചോട്ടെ. ഞാൻ അദ്ദേഹം പറഞ്ഞതിനോട് ഒരുപാട് ദീർഘമായി പറയുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് ഒരൊറ്റ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K. സുരേന്ദ്രൻ, അദ്ദേഹം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ 2016 മെയ് മാസം 31-ാം തീയതി ഫേസ്ബുക്കിൽ കുറിച്ചു. നീണ്ടൊരു ഫേസ്ബുക്ക് കുറിപ്പാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു, ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഗെയിൽ പദ്ധതി, അതുപോലെ ദേശീയപാതാ വികസനം, ഈ 2 കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ പിണറായി വിജയനെ നിശ്ചയദാർഢ്യമുള്ള നേതാവാണ് എന്ന് അംഗീകരിക്കേണ്ടി വരും. ഇതാണ് പറഞ്ഞത്. 2ഉം കേരളത്തിൽ വഴിമുട്ടി നിൽക്കുകയായിരുന്നില്ലേ? ഇപ്പൊ എന്താ സ്ഥിതി? അതിൽ ഉറച്ചു നിന്നുകൊണ്ട് നിശ്ചയദാർഢ്യമുള്ള നേതാവാണ് എന്ന് പറയാനുള്ള ഒരു സത്യസന്ധത രാഷ്ട്രീയമായി BJP കാണിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. കേന്ദ്ര ഫണ്ടിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. കേന്ദ്ര ഫണ്ട് നമ്മുടെ അവകാശമാണ്. പക്ഷെ ഈ കേന്ദ്ര ഫണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നതല്ലേ? ന്യായമായ കേന്ദ്ര ഫണ്ട് നമുക്ക് കിട്ടുന്നു എന്ന അഭിപ്രായം അങ്ങേക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ നമ്മളൊരു ചർച്ച ചെയ്യണം. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത്, മറ്റ് സംസ്ഥാനങ്ങൾക്ക് എന്തേ ഈ നേട്ടം ആർജിക്കാൻ കഴിയുന്നില്ല? കസ്തൂരി രംഗൻ CPM ആണെന്ന് അങ്ങ് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ദിശയിലുള്ള ആക്ഷേപങ്ങൾ നടക്കുമ്പോഴും നീതി ആയോഗിനെയും നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? ഇനി അത് പോട്ടെ, GST വിഹിതം നമുക്ക് അവകാശപ്പെട്ടത് തരുന്നില്ല എന്ന യാഥാർത്ഥ്യം അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ലേ? അത് ന്യായമാണോ? ഇതിനെല്ലാം നേരിട്ടുകൊണ്ടല്ലേ നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഒറ്റ കാര്യം കൂടി ഞാൻ പറയുന്നു. ഇപ്പൊ മയക്കുമരുന്ന് കേസ് എന്നൊക്കെ പറഞ്ഞു. മയക്കുമരുന്ന് ഇടപാടെന്തോ നടത്തിയ ഒരാൾക്ക് പണം കൊടുത്തു എന്നതാണല്ലോ കേസ്, സത്യസന്ധമായി പറഞ്ഞാൽ. എന്നാൽ യഥാർത്ഥത്തിൽ മയക്കുമരുന്നിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാനുണ്ട്? ഇപ്പൊ രാഗിണി ദ്വിവേദി ആരാണ്? LSD ആണ് കേട്ടോ, ചെറിയ സാധനമല്ല. പിന്നെ അളവിൽ കവിഞ്ഞ് കൊക്കൈൻ കഴിച്ച് അടിച്ചുപോയ, ക്ഷമിക്കണം അങ്ങനെ പറഞ്ഞു, ഞാൻ ആ വാക്ക് പിൻവലിക്കുന്നു, മരിച്ചുപോയ വിവേക് മൈത്ര ആരായിരുന്നു? ഭാഗ്യം കൊണ്ട് ജീവൻ രക്ഷപ്പെട്ട വിവേക് മൈത്ര സെക്രട്ടറിയായി പ്രവർത്തിച്ച ആൾ ആരായിരുന്നു? ഞാൻ ഇത്തരം കാര്യങ്ങളിലേക്ക് അങ്ങനെ ചർച്ച പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഏത് കാര്യം ചർച്ചക്കെടുത്താലും ജനങ്ങളുടെ മുൻപാകെ വിശദീകരിക്കാൻ ഞങ്ങൾക്കൊരു പ്രയാസമില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഊന്നുക
കഴിഞ്ഞ 5 കൊല്ലക്കാലം ആ തദ്ദേശ സ്ഥാപനം എന്ത് ചെയ്തു, ഈ ഗവൺമെന്റ് എന്തൊക്കെ തദ്ദേശ സ്ഥാപനത്തെ സഹായിച്ചു, അത് ജനങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കി, അവരവരുടെ ചുറ്റുപാടിൽ നിന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ശരി.